Here we discuss two corollary of Lebesgue dominated convergence theorem. The corollary number 5.9 and 5.10. Two corollary of Lebesgue dominated convergence theorem. Okay. Statement of 5.9. Given that the function, suppose that for some t naught element AB, the function x to f of x t naught is integrable on x. Not integral on x, that dou f by dou t, the partial derivative of f with respect to x is on x cross closed interval AB is given, and that there exists an integrable function g on x such that mod dou f by dou t xt is less than or equal to gx. Then the function f defined by നേരത്തെ ഡിഫൈൻ ചെയ്ത പോലെ എഫ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ടി ഡി മ്യൂ എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ എ ബി ആൻഡ് ഡി എഫ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ടി ഡി മ്യൂ എക്സ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ഈക്വൽ ടു ഈ ഡി ഓഫ് ബൈ ഡി ടി ഉള്ളിലേക്ക് കയറുന്ന ഫോമില്ല. ഇൻ്റഗ്രൽ അതുപോലെ എഴുതിയാൽ ഇൻ്റഗ്രൽ ഔട്ട് സൈഡിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, ഇൻ്റഗ്രലും ഡെറിവേറ്റീവും ഇൻ്റർചേഞ്ച് ചെയ്യുന്ന ഫോമില്ല. ഡോ ബൈ ഡോ ടി എഫ് ഓഫ് എക്സ് ടി ഡി മ്യൂ എക്സ്. ഇതാണ് കൊറോളറി 5.9. ഇൻ്റഗ്രലും ഡെറിവേറ്റീവ്സും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യുന്ന ഫോമില്ല. ഓക്കെ, ഇതാണ് കൊറോളറി 5.9. നോട്ട്ബുക്ക് കറക്റ്റ് നോട്ട് കറക്റ്റ് നോക്കുക, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ കറക്റ്റ് നോക്കുക, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് വായിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുക. ഇനി ഇതിൻ്റെ പ്രൂഫിലേക്ക് പോകാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടി എൻ എന്ന് പറയുന്ന സീക്വൻസ് എന്നുണ്ട്, അസ്യൂം ചെയ്യുകയാണ്. അത് കൺവെർജസ് ടു ടി എന്ന് അസ്യൂം ചെയ്യുന്നു, ടിയിലേക്ക് കൺവെർജ് ചെയ്യാന്ന് അസ്യൂം ചെയ്യുന്നു, വിത്ത് ടി എൻ നോട്ട് ഈക്വൽ ടു ടി എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവുടെ ഫോമുല നമ്മൾ പ്ലസ് ടു മുതൽ കാണുന്നു, അതേ ഡെറിവേറ്റീവുടെ ഫോമുല അപ്ലൈ ചെയ്യുന്നു. ഡെറിവേറ്റീവ് എഫ് വിത്ത് റെസ്പെക്ട് ടി പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടി, ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എഫ് ഓഫ് എക്സ് ടി എൻ മൈനസ് എഫ് ഓഫ് എക്സ് ടി കോമൺ ബൈ ടി എൻ മൈനസ് ടി വേർ ടി എൻ ടെൻസ് ടു ടി. ഇതെൻ്റെ മീനിങ്. നമുക്കറിയാം ഡെറിവേറ്റീവ്സിനെ നമ്മൾ കുറച്ച് കണ്ടിട്ടുണ്ട്, ഡെറിവേറ്റീവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എഫ് എക്സ് ടി എൻ മൈനസ് എഫ് ഓഫ് എക്സ് ടി ബൈ ടി എൻ മൈനസ് ടി. ഡെറിവേറ്റീവ് എഴുതുമ്പോൾ സിമ്പിളായി റിയൽ ഒറ്റ വേരിയബിളിൽ പറയുമ്പോൾ ഇങ്ങനെ എഴുതുന്നത്, അറ്റ് എ പറയുന്നത് ഇങ്ങനെയാണ്, ആസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇത് ജനറൽ വേരിയബിളിൽ നമുക്ക് ഇതേപോലെ എഴുതാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ എഴുതി. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ക്ലിയർ ആകുന്നത് അവിടെ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ചെയ്യാൻ. അപ്പോൾ അവിടെ എക്സിനുണ്ടാകുന്ന ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ എക്സ് വേരി ചെയ്യുന്നത് ഇതേപോലെ എക്സിൻ്റെ വേരിയേഷൻ ഇങ്ങനെ വേണേൽ എഴുതാം. ഡോ എഫ് ബൈ ഡോ ടി എക്സ് ടി എന്ന് എഴുതാം. ഈസ് മെഷറബിൾ.
And if x element x and t element AB, we can apply the mean value theorem. There exists S1 between T0 and T. T0നും Tക്കും ഇടയിൽ ഒരു എസിനെ നമ്മൾ S1 ഡെവലപ്പ് ചെയ്യും. നമുക്കറിയാം മീൻ വാല്യൂ തിയറം എഫ് ഡോട്ട് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ, വേർ സി ഈസ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ എന്ന് പറയുന്ന പോലെ ഇവിടെ നമ്മൾ ഈ പാർഷ്യൽ ഡെറിവേറ്റീവിൽ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് പ്രകാരം എഫ് ഓഫ് എക്സ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ടി നോട്ട്, ടിയും ടി നോട്ട് ബൈ ടി മൈനസ് ടി നോട്ട് ഈക്വൽ ടു, അവിടെ നമ്മൾ പഠിക്കുന്നത് എഫ് ഡാഷ് സി എന്നാണ് പറയുന്നത്. അത് സിംഗിൾ വേരിയബിളിൻ്റെ കേസിലാണ്. ഇവിടെ ഒന്നിലധികം വേരിയബിൾ ഉണ്ടെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവാണ് വേണ്ടുന്നത്. വിത്ത് റെസ്പെക്ട് ടി ആണ്. എക്സ് കോമ ടിക്കും ടി നോട്ടിനും ഇടയിലുള്ള വേരിയബിൾ എന്ന് വെച്ചാൽ S1 നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എഴുതി. എന്നിട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എഫ് ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ടൈം ഈ ടൈമിന് റൈറ്റിൽ കൊണ്ടുപോകുന്നു, പ്ലസ് ടി മൈനസ് ടി നോട്ട് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ടി ഓഫ് എക്സസ് എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് ലെഫ്റ്റും റൈറ്റും മോഡുലസ് അപ്ലൈ ചെയ്യുന്നു. നമുക്കറിയാം മോഡുലസ് അപ്ലൈ ചെയ്യുമ്പോൾ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫസ്റ്റിൻ്റെ മോഡ് പ്ലസ് സെക്കൻഡിൻ്റെ മോഡ്. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ട് എഴുതി. ഓക്കെ, ദെൻ ഈ ഡോ എഫ് ബൈ ഡോ ടി ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് നമ്മൾ ജി എക്സ് എടുക്കും. ജി എക്സ് അവിടെ തന്നിട്ടുണ്ട്. ഡോ എഫ് ബൈ ഡോ ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എക്സ് എന്ന്, മോഡ് ഡോ എഫ് ബൈ ഡോ ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ജി എക്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നമ്മൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൾറെഡി ഉണ്ട്, ജി എക്സ് എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഡൊമിനേറ്റഡ് ബൈ ജി എക്സ് എന്ന് കിട്ടി. എഫ് ഈസ് ഡൊമിനേറ്റഡ് ബൈ നമുക്ക് ജി എക്സ് എന്ന് കിട്ടി, അല്ലെങ്കിൽ ഡൊമിനേറ്റഡ് ബൈ എ ഫംഗ്ഷൻ എന്ന് കിട്ടി, ഡൊമിനേറ്റഡ് ബൈ എ ഫംഗ്ഷൻ എന്ന് കിട്ടി. സോ വി അപ്ലൈയിങ് ദാറ്റ് തിയറം. സോ വി സേ ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഇൻ്റഗ്രബിൾ ഫോർ ഈച്ച് ടി ഇൻ എ ബി. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് കാണേണ്ടേ. അപ്പോൾ നമുക്കറിയാം ഡെറിവേറ്റീവ് കാണുമ്പോൾ എഫ് ഓഫ് ടി എൻ മൈനസ് എഫ് ഓഫ് ടി, എഫിൻ്റെ ഡെറിവേറ്റീവ് പറയാൻ പോവുക. എഫ് ഓഫ് ടി എൻ്റെ വില ഇൻ്റഗ്രൽ എക്സ് ടി എൻ ഡി മ്യൂ എക്സ് എന്ന്, മൈനസ് എഫ് ഓഫ് ടിയുടെ വില ഇൻ്റഗ്രൽ എഫ് എക്സ് ടി ഡി മ്യൂ എക്സ് എന്ന്, ദെൻ കോമൺ ബൈ ടി എൻ മൈനസ് ടി, ഈ വാല്യൂ എഴുതി. ഓക്കെ, എന്നിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഇൻ്റഗ്രലൊക്കെ കോമൺ എടുത്ത് അറേഞ്ച് ചെയ്തിട്ട് ലിമിറ്റും കൂടെ അപ്ലൈ ചെയ്തു. ലിമിറ്റ് ടി എൻ ടെൻസ് ടു ടി എഫ് ടി എൻ മൈനസ് എഫ് ടി കോമൺ ബൈ ടി എൻ മൈനസ് ടി, ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടി എൻ ടെൻസ് ടു ടി, റൈറ്റ് സൈഡിൽ വരുന്നത് ഇൻ്റഗ്രൽ എഫ് എക്സ് ടി എൻ മൈനസ് ഇൻ്റഗ്രൽ എഫ് എക്സ് ടി കോമൺ ബൈ ടി എൻ മൈനസ് ടി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡൊമിനേറ്റഡ് കൺവെർജൻസ് തിയറം അപ്ലൈ ചെയ്യുന്നു. ഡൊമിനേറ്റഡ് കൺവെർജൻസ് തിയറം പ്രകാരം ഈ ലിമിറ്റ് ഉള്ളിലേക്ക് കയറും, ഇവിടെ വരും. അപ്പോൾ ഈക്വൽ ടു ഇൻ്റഗ്രൽ ലിമിറ്റ് ടി എൻ ടെൻസ് ടു ടി, ഇതേപോലെ ഈ സാധനം ഈ ടൈം അതേപോലെ എഴുതി. എഫ് എക്സ് ടി എൻ മൈനസ് എഫ് എക്സ് ടി ബൈ ടി എൻ മൈനസ് ടി. അതെന്ന് പറയാൻ നേരത്തെ തൊട്ടുമ്പോൾ എഴുതി. അതെന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവാണ്. തുടക്കത്തിൽ നമ്മൾ ആദ്യം അത് എഴുതിയിട്ടാണ് ഇത് താഴേക്ക് വന്നത്. ഇതെന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്റ്റ് മ്യൂ എക്സ്. അങ്ങനെ ആ കൊറോളറി 5.9 അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ 5.9 പാർഷ്യൽ ഡെറിവേറ്റീവ് എഴുതി, സ്മോൾ എഫിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എഴുതി. ഓക്കെ, പിന്നെ ഡൊമിനേറ്റഡ് കൺവെർജൻസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി
ഡോമിനേറ്റഡ് കൺവെർജൻസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി എഫ് സ്മോൾ എഫ് ഈസ് ഡോമിനേറ്റഡ് ബൈ ജി എക്സ് എന്ന് പറയണം. അതിനുവേണ്ടി അവിടെ നമ്മൾ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്തു. എന്നിട്ട് ഡോമിനേറ്റഡ് ആയതുകൊണ്ട് ഡോമിനേറ്റഡ് കൺവെർജൻസ് തിയർ ലെബേക്ക് ഡോമിനേറ്റഡ് കൺവെർജൻസ് തിയറത്തിൻ്റെ റിക്വയർമെൻറ്റ് അവിടെ എന്താണ് ഈ ഡോമിനേറ്റഡ് കൺവെർജൻസ് തിയറത്തിന് റിക്വയർമെൻറ്റ് ഒന്ന് ഏതായിരുന്നു? അത് ഡൊമിനേറ്റ് ചെയ്യണം, ദെൻ പിന്നെ ഇൻ്റഗ്രബിൾ ആയിരിക്കണം, എന്നിട്ട് ഡയറക്റ്റ് ആ തിയറം അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ടുന്നത് കൊറോളറി 5.10 ആണ്. കൊറോളറി 5.10. ഓക്കെ, 5.10 സ്റ്റേറ്റ്മെൻറ്റ് വായിക്കൂ. കൊറോളറി 5.10 സ്റ്റേറ്റ്മെൻറ്റ്: ഇഫ് ദ ഫങ്ഷൻ ടി മാപ്പിംഗ് ടു എഫ് ഓഫ് എക്സ് ടി. ടി എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് ടി. ടി മാപ്പ് ചെയ്യുന്നത് എഫ് എക്സ് ടിയിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഓക്കെ, then and if there is an integral function g on x such that നേരത്തെ എഴുതിയ പോലെ തന്നെ എഫ് ഓഫ് എക്സ് ടി മോഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എക്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ടി ഡി ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി integral f of x t du mu x dt equal to integral then integral a to b. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി ഇൻ്റഗ്രൽ അത് രണ്ടും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഇൻ്റഗ്രൽ എ ടു ബി അകത്തോട്ട് കയറുന്നു, മറ്റേ ഇൻ്റഗ്രൽ പുറത്തേക്ക് വരുന്നു. ഇതാണ് തിയറം. കഴിഞ്ഞ തിയറം എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രലും ഡെറിവേറ്റീവും ഇൻ്റർചേഞ്ച് ചെയ്തു. ഇവിടെ ഇൻ്റഗ്രലും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഇതാണ് കൊറോളറി 5.10. ഇവിടെ നമ്മൾ ഈ ഡോമിനേറ്റഡ് കൺവെർജൻസ് തിയറമൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൊറോളറി 5.10 ആണ് പറയുന്നത്. ഇവിടെ നമ്മളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനെ കുറിച്ച് പറയാം. ഫൈ എന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ അത് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതാം. ഫൈ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി ഫൈ ഓഫ് എക്സ് ഡി എസ് ഈക്വൽ ടു ഫൈ ഓഫ് ടി എന്ന് എഴുതാം. ഓക്കെ, പഴയൊരു കാര്യം നമ്മൾ ഓർക്കുന്നു. ദെൻ എച്ച് ഡിഫൈൻ ചെയ്യുന്നു. എച്ച് ഡിഫൈൻ ചെയ്യുന്നത് എക്സ് ക്രോസ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ എച്ച് ഡിഫൈൻ ചെയ്യുന്നു. എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? എച്ച് എക്സ് ടി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ടി എഫ് ഓഫ് എക്സ് എസ് ഡി എസ് അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡി എച്ച് ബൈ ഡി ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടി. അതൊക്കെ റിയലിലെ ഒരു തിയറിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഡെറിവേറ്റീവ് ഓഫ് എച്ച് വിത്ത് റെസ്പെക്ട് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ടി, ഈ അപ്പർ ലിമിറ്റാണ് ഇവിടെ വരുന്നത്, കയറി വരുന്നത്. ഓക്കെ, okay, since this Riemann integral exists, it is the limit of a sequence of Riemann sums. Hence the map x to hxt
is measurable for each t, and also mod f of xt is given that t is less than or equal to gx, therefore mod hxt is less than or equal to integral a to t mod x s ds എച്ച് എക്സ് ടിയുടെ വാല്യൂ അപ്ലൈ ചെയ്തു. ഓക്കെ, ഈ മോഡ് എങ്ങനെ അകത്ത് കയറിയത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് മോഡ് ഇടേണ്ടുന്നത്. നമ്മൾ കഴിഞ്ഞൊരു ലെമ്മയിൽ കണ്ടിരുന്നു, മോഡ് ഇൻ്റഗ്രൽ എഫ് ഡി മി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ മോഡ് എഫ്, ഇതുപോലെ എഴുതാം. അപ്പം അത് പ്രകാരമാണ് ഈ മോഡ് അകത്തോട്ട് കയറുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു. ഇനി ഈ മോഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ജി എക്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗിവൺ കണ്ടീഷനാണ്. അപ്പോൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ടി ജി ഓഫ് എക്സ് ഡി. ഇത് നമുക്ക് ഈ ഇപ്പോൾ കിട്ടിയ ഇനിക്വാളിറ്റി ഗിവൺ ആണ്. ഏത്? മോഡ് എഫ് ഓഫ് എക്സ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്. അല്ലെങ്കിൽ ടി ആണെങ്കിലും കുഴപ്പമില്ല, ടി ആണെങ്കിൽ ടി, എസ് ആണെങ്കിൽ എസ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ടി ജി ഓഫ് എക്സ് ഡി എസ് എന്ന് കിട്ടി. ഓക്കെ, ദെൻ ജി ഓഫ് എക്സ് ആണ് വിത്ത് റെസ്പെക്റ്റ് എസ്സിലാണ്. അപ്പോൾ ജി ഓഫ് എക്സിനെ ഔട്ട് സൈഡ് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി ഡി ഓഫ് എസ് കിട്ടി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എസ് വരും. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ബി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എ, ഇങ്ങനെ കിട്ടി. അപ്പോൾ ഈ നമുക്ക് ലഭിച്ചിരിക്കുന്നത് മോഡ് എച്ച് എക്സ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എക്സ് ഇൻറ്റു ബി മൈനസ് എ എന്ന് കിട്ടി. ജി എക്സ് ഇൻറ്റു ബി മൈനസ് എ. അപ്പോൾ മോഡ് എച്ച് എക്സ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ജി എക്സ് ഇൻറ്റു ബി മൈനസ് എ എന്ന് വന്നു. ഓക്കെ, ആ നോട്ടും കൂടി നോക്കണേ. അതേപോലെ എക്സ് ടെൻസ് ടു നമ്മൾ എച്ച് എക്സ് ടി അസ്യൂം ചെയ്തിട്ടുണ്ട്. ഈസ് ഇൻ്റഗ്രബിൾ എന്ന് വന്നിട്ടുണ്ട്. ആൻഡ് ലെറ്റ് എച്ച് ബി ഡിഫൈൻഡ് ഓൺ എ ബി ബൈ എച്ച് ടിയെ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്താൽ മ്യൂ എക്സ് എന്ന് എടുത്താൽ എച്ച് ക്യാപിറ്റൽ എച്ച് ടി നമ്മൾ അതേപോലെ എടുക്കുകയാണ്, ക്യാപിറ്റൽ എച്ച് ടി. അങ്ങനെയെങ്കിൽ അവിടെ നമുക്ക് ഏത് ഉപയോഗിക്കാം? ഇൻ്റഗ്രൽ എച്ച് എക്സ് ടി എന്ന് പറയും, ഇൻ്റഗ്രൽ എന്ന് കിട്ടി. ദെൻ അപ്ലൈയിങ് കൊറോളറി 5.9 ദാറ്റ് ഡെറിവേറ്റീവ് ഓഫ് ക്യാപിറ്റൽ എച്ച് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ആ കൊറോളറി പ്രകാരം ഇൻ്റഗ്രൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡോ ബൈ ഡോ ടി ഓഫ് എച്ച് എക്സ് ടി എന്ന് എഴുതി. ഈ ഡോ ബൈ ഡോ ടി ഓഫ് എച്ച് എക്സ് ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ട്, അത് എഫ് ഓഫ് എക്സ് ടി എന്നുണ്ട്. ഇതിനെ നമ്മൾ വീണ്ടും അവിടെ എന്തെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്? ക്യാപിറ്റൽ എഫ് ടി എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ, ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ക്യാപിറ്റൽ എച്ച് ടി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ടി എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റും റൈറ്റും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ഇതിനെ ലെഫ്റ്റും റൈറ്റും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി ക്യാപിറ്റൽ എഫ് ടി ഡി ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഡി ബൈ ഡി ടി ഓഫ് എച്ച് ടി, ക്യാപിറ്റൽ എച്ച് ടി. ദെൻ ദിസ് ഈസ് ബൈ ഫണ്ടമെൻ്റൽ തിയറം, this can be written as HB minus HA. Okay, then what is HB? HB equal to integral HXB d mu x minus HA. What is HA? Capital HA means integral HXA d mu x. Okay,
then this can be written as integral hxb minus hxca d mu x എന്ന് എഴുതി. ഓക്കെ, then what is hxb? hxb means integral a to b fxb fxt dt. ഇത് integral a to a f of xt d mu x. This is equal to 0. Therefore, this is equal to integral a to b f of xt dt d mu x. അത് ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ക്യാപിറ്റൽ എഫ് ഉണ്ട്, ക്യാപിറ്റൽ എച്ച് ഉണ്ട്, ക്യാപിറ്റൽ എഫ് ഉണ്ട്, ക്യാപിറ്റൽ എച്ച് ഉണ്ട്, ദെൻ സ്മോൾ എച്ചിൻ്റെ ഡെഫിനിഷനുണ്ട്, സ്മോൾ എച്ചിൻ്റെ ഡെഫിനിഷനുണ്ട്. അത് ക്വസ്റ്റ്യനിലുള്ളതാണ്, സ്റ്റേറ്റ്മെൻറ്റിൽ ഉള്ളതാണ്. ക്യാപിറ്റൽ എഫ് ടി ഉണ്ട്. ഈ സ്മോൾ എച്ച് എക്സ് ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് എസ്. അങ്ങനെ കുറേ അസംഷൻ എടുത്തിട്ടാണ് ഈ കറോളറി നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. പിന്നെ ഫണ്ടമെൻ്റൽ തിയറം ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോട്ട്സ് 2 പ്രാവശ്യം വായിച്ചിട്ട് വേണം ഈ വീഡിയോയിലേക്ക് എത്താൻ.